നമുക്ക് എല്ലാ ആൾക്കാർക്കും ടിപ്പിക്കൽ സിംറ്റംസ് വരത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് അൺയൂഷ്വൽ സിംറ്റംസ് തോന്നിയാലും അത് ഗ്യാസ് പോലെ ആവാം, ചിലപ്പോൾ നെഞ്ചിൽ ഭാരം പോലെ ആകാം, ചിലപ്പോൾ നടക്കുമ്പോൾ ഉള്ള കഥപ്പായിരിക്കാം, നടക്കുമ്പോൾ ഉള്ള ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ടയർഡ്നെസ് ആവാം. എന്ത് അൺയൂഷ്വൽ സിംറ്റംസ് തോന്നിയാലും നമ്മൾ അടുത്തുള്ള സ്ഥലത്ത് പോയി ECG എടുക്കുക, ആദ്യത്തെ കാര്യം. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ECG നോർമൽ ആണെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആവാം. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ECG എടുത്ത് പലപ്പോഴും ഇപ്പോഴത്തെ ഈ വാട്സാപ്പ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യം ഇതാണ്. നമുക്ക് ദൂരെയുള്ള ഫ്രണ്ട് നമുക്ക് ECG അയച്ചു തരും. ECG അയച്ചും ECG വിൽ ബി പെർഫെക്റ്റ്ലി നോർമൽ. പക്ഷേ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ ഇരിക്കാൻ പാടില്ല. നമുക്ക് അതിനകത്ത് ചിലപ്പോൾ ഹാർട്ടിൻ്റെ ട്രോപ്പോണിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ ആ ട്രോപ്പോണിൻ ടെസ്റ്റ് ആയി ചിലപ്പോൾ പോസിറ്റീവ്. അപ്പോൾ അതുകൊണ്ട് നെഞ്ചുവേദന അല്ലെങ്കിൽ ആ നെഞ്ചിലുള്ള സിംറ്റംസ് അങ്ങനെ എന്തെങ്കിലും സജസ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ECG എടുത്ത് നോക്കും. ECG നോർമൽ ആണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ഈ ട്രോപ്പോണിൽ നിന്നുള്ള ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കും, ചിലപ്പോൾ എക്കോ ടെസ്റ്റ് എടുത്ത് നോക്കും. ഈ ട്രോപ്പോണിൻ ബ്ലഡ് ടെസ്റ്റ് എന്നാൽ നമുക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം നോക്കിയാൽ പോരാ. ചിലപ്പോൾ നമ്മൾ ഈ ഒരു നെഞ്ചുവേദന വന്നാൽ, നെഞ്ചിന് അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ഈ ട്രോപ്പോണിൻ എന്നുള്ള ടെസ്റ്റിൻ്റെ അളവ് പോസിറ്റീവ് ആകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ ആദ്യത്തെ ബ്ലഡ് നോക്കുന്നത് ഈ സമയത്തിനകത്താണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നും. അപ്പോൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ധൃതി പിടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഡയഗ്നോസ് ചെയ്യാതെ പോകും. അപ്പോൾ യൂഷ്വലി ഒരെണ്ണം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി നമുക്ക് നോക്കണം. അപ്പോൾ അതും നോക്കി അതും ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുവിധം നമുക്ക് പറയാം ഓക്കെ ഇപ്പോൾ തൽക്കാലം ഹാർട്ട് അറ്റാക്ക് ഒന്നുമില്ല. എങ്കിൽ പോലും നമുക്ക് സംശയമുള്ള സിംറ്റംസ് ആണ് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ചിലപ്പോൾ റെസ്റ്റ് പറയും, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒബ്സർവേഷൻ ഇരിക്കാൻ പറയും, ചിലപ്പോൾ ഒരു TMT ടെസ്റ്റ് പോലത്തെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ CT കൊറോണറി ആൻജിയോഗ്രാം എന്ന ടെസ്റ്റുകൾ ചിലപ്പോൾ പറയും, അതൊക്കെ പറയും. പക്ഷേ അപ്പോൾ നമുക്കത് അതാണ്. അപ്പോൾ ഡോക്ടറെ കണ്ട് ആ സംശയം ഫുള്ള് മാറ്റിന് ശേഷമേ അപ്പോഴേ നമ്മൾ സേഫ് ആകുന്നുള്ളൂ. അതുപോലെ എല്ലാ ഹാർട്ട് അറ്റാക്കിലും ECG വ്യത്യാസം വരണമെന്നുമില്ല. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ECG നോർമലാണെന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ ചെസ്റ്റ് പെയിൻ ഇടതുവശത്തും കയ്യിലോട്ട് പോയില്ല എന്ന് വിചാരിച്ചിട്ടോ അത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്.